ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്താണ്. അങ്ങനെയാണ് നിങ്ങളെ സമയം പോയതല്ലേ? ചില നേരത്തെ ബാങ്കിൽ പോയാൽ അങ്ങനെയാണ്, ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും അവിടെ. രുക്മിണി അമ്മ അവിടെ നീലനോടും ഇന്ദുവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ അതും പറയാണ്. അപ്പോൾ മാറി ഒളിച്ചു നിന്ന രാധി മനസ്സിൽ ചിന്തിക്കുകയാണ്, എവിടെ ഇവർ രണ്ടുപേരും ഒരു കുന്തം ബാങ്കിലും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഇനിയിപ്പോൾ അത് അടയ്ക്കാനും പോകുന്നില്ല. ക്യാഷ് മുഴുവനും ഒരു വയസ്സൻ മുഖ്യതിൻ്റെ പേരിലല്ലേ മോങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. നാളെ ബാങ്കുകാർ വീട്ടിൽ വരുമ്പോൾ കാര്യം മനസ്സിലായിക്കോളും. സ്വന്തമായിട്ട് ഈ വീട് നിൻ്റെ കയ്യിലുള്ളതിൻ്റെ അഹങ്കാരമല്ലടി നിനക്ക്. ഈ വീട് കണ്ടതുകൊണ്ടാണ് എൻ്റെ അമ്മായി എൻ്റെ മരുമോളെ എന്ന് വിളിച്ച് നിൻ്റെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിൻ്റെ ഈ വീട് കൈവിട്ട് പോയാൽ മാമിയുടെ സ്നേഹവും അതുവഴി അങ്ങ് പോയിക്കോളും. പിന്നെ നീലേട്ടൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ അവളവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ നിന്നും മാമി വന്ന് അവളെ തട്ടിയത്. ആ മാമിയാ, എന്താടി വായും പൊളിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? ആ ആ ഒന്നുമില്ല മാമി, ഞാൻ ചുമ്മാ ഇവിടെ കാഴ്ച കാണുമായിരുന്നു. ഒരു രസത്തിന്. നിന്നെ എനിക്ക് അറിഞ്ഞൂടേടി, വെറുതെ കാഴ്ച കാണാനൊന്നും നീ നിൽക്കില്ലാന്ന്. കാര്യമില്ലാതെ നീ ഒന്നും നിൽക്കില്ല. എന്തോ വലിയ രീതിയിൽ നീ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് പോയേ മാമി, ഞാനൊരു പാവയല്ലേ. ഓ പിന്നെ ഞാനങ്ങ് വിശ്വസിച്ചു. ഇപ്പം നീ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. ഒറ്റയ്ക്ക് വല്ല വിവരക്കേടും ഒപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നേക്കല്ലേ. അതേസമയം രുക്മിണി നീലനോടും ഇന്ദുവിനോടും ചോദിക്കുകയാണ്, പുറത്ത് നല്ല വെയിലല്ലേ, ഞാൻ തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഇന്ദുവിനോട് ചോദിക്കുകയാണ്, ഇന്ദു നിനക്കെന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ടമ്മേ, എനിക്കും വേണ്ട. നിയമോള് മിണ്ടാതെ പോയപ്പോൾ തന്നെ എനിക്കെന്തോ പോലെ. ഞാൻ ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ഇന്ദു രാവിലെ തന്നെ വന്നിട്ട് വിളിക്കുകയാണ്, നിയമോളെ, നിയാ എന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് പൂർണിയും രുക്മിണിയും അങ്ങോട്ടേക്ക് വന്നത്. എന്താ ഇന്ദു? അല്ലമ്മേ, നിയമോളെവിടെ? വീട് മുഴുവനും ഞാൻ അവളെ തപ്പി നടക്കുക, പക്ഷേ അവളെവിടെ കാണുന്നില്ല. അപ്പോൾ രുക്മിണി പറയാണ്, നിയമോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ മോളെ. ഇന്നെന്താ അമ്മേ നേരത്തെ? 9 മണിക്ക് പോയാൽ മതിയല്ലോ. സമയം ഇപ്പോൾ 8:15 കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവൾക്കെന്തോ അവിടെ വരുന്ന ഒരാഴ്ചത്തേക്ക് ആനുവൽ ഡേൻ്റെ എന്തോ ഡാൻസും പ്രാക്ടീസും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരാഴ്ച 8 മണിക്ക് തന്നെ എത്തണം എന്നാണ് പറഞ്ഞത്. 7 മണിക്കൊക്കെ എഴുന്നേറ്റ് എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയത് അവൾ. ഉണ്ടാക്കുന്നത് വരെ എന്തൊരു വലിയ ബഹളമായിരുന്നെന്നറിയോ. കുഞ്ഞല്ലേ, ചില നേരത്ത് അവളുടെ വാശിക്കൊപ്പം നമ്മൾ നിൽക്കണ്ടേ. അതുകൊണ്ടാണ് നിന്നെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി ഞാൻ തന്നെ കൊണ്ടാക്കിയത്. രുക്മിണി അമ്മയുടെ വാക്കിനൊപ്പം പൂർണിയും ചിരിക്കുകയാണ്. പക്ഷേ ഇന്ദു വലിയ വിഷമത്തോടെ പറയാണ്, അമ്മേ, പക്ഷേ അവളിത് എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു കാണുന്ന കരുതിയേ. ഇല്ലമ്മേ, എന്നോടുള്ള അവളുടെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ പിണക്കം മാറിയില്ലേ? ഇല്ലമ്മേ, ഇന്നലെ രാത്രി അമ്മയൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ അവളെ തനിച്ച് വിളിച്ചു കൊണ്ടുപോയി സോറി പറഞ്ഞതാ. അപ്പോഴും അവൾ എന്നോട് മിണ്ടാൻ കൂട്ടാക്കാതെ അമ്മയുടെ മുറിയിലേക്ക് നേരെ ഓടി വരികയായിരുന്നു. പൂർണ്ണി പറയാണ്, ചേച്ചി അതൊന്നും കാര്യമാക്കല്ലേ, വൈകുന്നേരം വരട്ടെ, ചിലപ്പോൾ ഇന്ദു അമ്മേ എന്ന് വിളിച്ചായിരിക്കും ഓടി വരിക. ഇല്ല പൂർണിമേ, ഇതുവരെ അവൾ എന്നോട് ഇതുപോലെ മിണ്ടാണ്ട് ഒരു ദിവസം പോലും കിടന്നുറങ്ങിയിട്ടില്ല. ഇത് വല്ലാണ്ട് എനിക്ക് സങ്കടമാവുന്നുണ്ട്. ഇന്ദു, അവൾ കൊച്ചു കുട്ടിയല്ലേ മോളെ, നീ ഇതൊന്നും വലിയ കാര്യമാക്കല്ലേ. ഇന്നവൾക്ക് ഡാൻസ് പ്രാക്ടീസുള്ള ദിവസമാണ്. ആ സന്തോഷത്തിലായിരിക്കും അവൾ എണീറ്റ് സ്കൂളിലേക്ക് ഓടിപ്പോയത്. പൂർണിമ പറഞ്ഞതുപോലെ വൈകുന്നേരം ഇന്ദുമ്മേ എന്ന് വിളിച്ച് കയറി വരുന്നു. അതൊക്കെ പോട്ടെ ചേച്ചി, എനിക്ക് ചേച്ചിയോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നില്ലേ? നന്നായിരുന്നു പൂർണിമേ. ഏട്ടനും ചേച്ചിയും മനസ്സ് തുറന്ന് സംസാരിച്ചില്ലേ? ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെയെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞില്ലേ? അത് മാത്രം കേട്ടാൽ മതി. പക്ഷേ ഇത്രയും നല്ലൊരു മൊമെൻറ്റിൽ ഞാൻ അവിടെ ഇല്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനെ ഞാൻ അവിടെ ഇട്ട് കളിയാക്കി കൊന്നേനെ. അയ്യോ, ഞാൻ എൻ്റെ ഫോൺ റൂമിൽ മറന്നു വെച്ചു. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ശരി എടുത്തി. രുക്മിണി അടുക്കളയിലേക്കും പോയി.
പൂർണ്ണി അവിടെ ഇരിക്കുകയാണ്. ഇന്ദു നേരെ മുറിയിലേക്ക് പോയിട്ട് അവിടെ ബെഡിൽ ഇരുന്നുകൊണ്ട് കരയാണ്. ഇന്ദു പിന്നെ നേരെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ കൂട്ടാളികളോടൊക്കെ പറയാണ്, ക്യാഷ് പോയതിലല്ല എനിക്ക് വിഷമം, ഇന്ന് ലോണിൻ്റെ ലാസ്റ്റത്തെ അടവാ. വീട്ടിൽ ക്യാഷായിട്ട് ഒരു 5000 ഉണ്ടായിരുന്നു. ബാക്കി പൈസക്ക് ഞാൻ എവിടെ പോകുമെന്നറിയില്ല. നിങ്ങളുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ? നിങ്ങൾ എല്ലാവരും കൂടി ഒരു 30 രൂപയൊന്ന് തരപ്പെടുത്തി തന്നാൽ മതി. അങ്ങനെ അപ്പോൾ മാലതി ചേച്ചി പറയാണ്, നിൽക്കിന്തു ഞാനൊന്ന് നോക്കട്ടെ. നന്ദിനി, നിങ്ങളുടെയൊക്കെ കയ്യിൽ എങ്ങനെയുണ്ട്, എന്തുണ്ട്? ഞങ്ങൾ നോക്കട്ടെ. അല്ല ഇന്ദു, ബാങ്കുകാർ പകുതി കാശ് കൊടുത്താൽ വാങ്ങില്ലേ? ഫാത്തിമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ദു, അതറിയില്ല. അപ്പോൾ മാലതി ചേച്ചി പറയാണ്, അതെന്താ, മൊത്തം അടക്കാനില്ലാത്തവർ എന്താ ചെയ്യുക? പുറത്തുനിന്ന് ക്യാഷ് എടുത്തിട്ട് അത് കൊടുത്തിട്ട് അതിനുശേഷം ബാക്കിയുള്ളത് 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറയാമായിരുന്നില്ലേ? പുറത്തൊക്കെ അങ്ങനെ പറയുന്നില്ലേ നമ്മൾ? അതുപോലെ ബാങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാലോ? നീ ഒന്ന് ചോദിച്ച് നോക്കിന്തോ, പകുതിയിൽ നിന്ന് അടച്ചാൽ അത്രയും ടെൻഷൻ മാറിക്കിട്ടിയില്ലേ? എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നമ്പറുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആദി ചേച്ചി പറയാണ്, എന്നാൽ വിളിച്ചു നോക്ക്. ഹലോ സാർ, എനിക്ക് അവിടെ ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു. എൻ്റെ തിരിച്ചടവിൻ്റെ അവസാന ദിവസമാണ്. എൻ്റെ അടുത്ത് പകുതി എമൗണ്ടേ ഇപ്പോൾ ഉള്ളൂ. ഇത് മാത്രമായിട്ട് അടച്ചാൽ നിങ്ങൾ വാങ്ങിക്കോളൂ. നിങ്ങളുടെ ലോൺ അക്കൗണ്ട് നമ്പർ ഒന്ന് പറഞ്ഞേ. 3729. ബാക്കി നമ്പറും ഡീറ്റെയിൽസും ഇന്ദു പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ EMI അടച്ചിട്ടുണ്ടല്ലോ. അടച്ചെന്നോ? ആരാ അടച്ചത്? അതെ മാഡം, അടച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറയുമോ? ഞാൻ അടച്ചിട്ടില്ല. ഞാനിവിടെ നോക്കിയപ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അടച്ചു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ അടച്ചിട്ടേ ഉള്ളൂ. ഓൺലൈൻ ട്രാൻസ്ഫർ ഒന്നുമല്ല, നേരിട്ട് ആൾ വന്ന് അടക്കുമായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ഈ ലോൺ അക്കൗണ്ട് നമ്പർ നിങ്ങളൊന്ന് നോക്കിയേ. അവരുടെ ഭർത്താവ് കൊണ്ടുവന്ന് അടച്ചു. ഹസ്ബൻഡാണ് കൊണ്ടുവന്ന് അടച്ചേ? അതെ, നീലകണ്ഠൻ. മാഡം, നീലകണ്ഠൻ എന്ന് പേരുള്ള ഒരാളാണ് കൊണ്ടുവന്ന് അടച്ചിരിക്കുന്നത്. ഇന്ദുമതി സംശയത്തോടെ വീണ്ടും ചോദിക്കുകയാണ്, നീലകണ്ഠൻ അടച്ചെന്നോ? അത് കേട്ടതും ഓട്ടോക്കാർക്കൊക്കെ സന്തോഷമായി. ശരി സാർ, താങ്ക് യു. ചേച്ചി, നീലേട്ടൻ ക്യാഷ് അടച്ചു എന്ന്. കൊള്ളാലോ, നിന്റെ എല്ലാ കഷ്ടപ്പാടും അവൻ നേരിട്ട് കാണുന്നതല്ലേ. പക്ഷെ മോഷണം പോയി എന്നും അറിഞ്ഞതുകൊണ്ട് അവൻ തന്നെ നേരിട്ട് വന്ന് അടച്ചതായിരിക്കും. എന്തായാലും സന്തോഷമായില്ലേ നിനക്ക്? അല്ലേ ചേച്ചി? ഒരു വശത്ത് സന്തോഷം ഉണ്ടെങ്കിലും ഒരു വശത്ത് നീലേട്ടൻ്റെ അമ്മയെങ്ങാനും അറിഞ്ഞെങ്കിൽ പിന്നെ അത് മതി. അവർ എന്തെങ്കിലും പുകിൽ ഉണ്ടാക്കുമെന്നുള്ള നല്ല പേടിയുണ്ട്. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാൻ എന്തോ. തൽക്കാലം നിന്റെ അവസ്ഥ മനസ്സിലാക്കി നിന്റെ ഭർത്താവ് ഓടിച്ചെന്ന് ലോൺ അടിച്ചില്ലേ? അത്രയ്ക്ക് നിന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ സ്നേഹവും കരുതലും ഓർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്. അതേസമയം വീട്ടിൻ്റെ ടെറസിൽ നിന്നുകൊണ്ട് രാധിയും മാമിയും സംസാരിക്കുന്ന സമയത്താണ് ഒരു വലിയ ലോറി വന്ന് അവിടെ നിർത്തുന്നത്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു, ഇവിടെ നിർത്താം. രാധി, ആ വണ്ടി നമ്മുടെ വീട്ടിലേക്കാണല്ലോ വന്നിരിക്കുന്നത്. ആരാ മാമി ഇവിടേക്ക് വരാൻ? മാമി, അവർ AC ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, നീ വന്നേ, നമുക്ക് നോക്കാം. വാടി. ഔട്ട്ഡോർ ഇങ്ങോട്ടേക്ക് വെക്കാം അല്ലേ? ശരി, ഇറക്കി വെച്ചോളൂ. മാഡം, ഇത് ലോൺ നമ്പർ 51 അല്ലേ? അതെയല്ലോ. AC കൊണ്ടുവന്നു അല്ലേ? ഏത് റൂമിലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. ആരാ ഫിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഫിറ്റ് ചെയ്യില്ലേ? അതില്ല, ഫിറ്റ് ചെയ്യാൻ കമ്പനിയിൽ നിന്നും വേറെ ആൾക്കാർ വരും. അവർ നിങ്ങളെ വിളിച്ചിട്ട് സമയമൊക്കെ ഫിക്സ് ചെയ്തിട്ടേ വരത്തുള്ളൂ. അത് കണ്ട് രാജിയും രുക്മിണിയും അവിടെ സൈഡിൽ വന്നതെന്ന് നോക്കുകയാണ്. എന്താണ് രാജേശ്വരി? അറിയില്ലല്ലോ ചേച്ചി, ഏതോ വലിയ ബോക്സൊക്കെയാണ് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. മാമി, ഇത് AC ആണെന്ന് പോലും അതുങ്ങൾക്കറിയില്ല. ഇതെന്തോ വലിയ സാധനമാണെന്നും പറഞ്ഞ് വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അല്ല പിന്നെ, അവറ്റകൾക്ക് നേരാൻ വണ്ണ ഒരു ഫാന് പോലും ഇട്ട് കിടക്കുന്ന ശീലയില്ലല്ലോ. പിന്നെയല്ലേ AC കാണാൻ. വിഷറിയും വീശി കൊതുകിനെയും കൊന്നുകൊണ്ട് കിടന്നിരുന്നവരല്ലേ. വലിയൊരു വീട് കണ്ടതും എല്ലാം കൂടി വന്ന് അതിനകത്തോട്ട് കയറി അങ്ങിരുന്നു. രാജി പറയാണ്. അപ്പോൾ വാസന്തി, ഈ പ്രാവശ്യത്തെ ചൂടങ്ങ് സഹിക്കാൻ കഴിയില്ല മോനെ എന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോൻ അപ്പോഴേക്കും AC വാങ്ങിച്ച് വെക്കാം അമ്മയെന്ന് പറഞ്ഞു. അല്ലെങ്കിലും അമ്മ വിഷമിക്കുന്നത് നീലേട്ടന് സഹിക്കില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ അകത്ത് വെച്ചിട്ട് ഞങ്ങൾക്കങ്ങ് പോയിക്കോളാം. എത്ര രൂപയായി? 60,000 രൂപ. 60,000? ഇതെന്തോന്നാ മാമി, ഈ ചെറിയൊരു സാധനത്തിന് 60,000? പിന്നെ എന്തെന്നാ നീ കരുതിയേ? നീ ഇങ്ങനെ വായും തുറന്നിരുന്നാൽ അവർ കാശ് കുറക്കൊന്നുമില്ല. അതിരിക്കട്ടെ, 1.5 ടണ്ണിൻ്റെ അല്ലേ? അതെ മാഡം. പിന്നെ രാധി, നമ്മുടെ റൂം കുറച്ച് വലുതല്ലേ?
1 ടൺ മതിയാവില്ല, കൂളിംഗ് ഉണ്ടാവില്ല എന്ന് മോൻ പറഞ്ഞു. അവൻ തന്നെയാ 1.5 ടൺ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ്. ഇതൊക്കെ ഒരിക്കൽ വാങ്ങുന്ന സാധനമല്ലേ, അപ്പം നല്ലത് നോക്കി വാങ്ങണ്ടേ? ഒരു 10-20 വർഷമെങ്കിലും ഉപയോഗിക്കണ്ടേ ഇത്? നീ എന്ത് പറയുന്നു രാധി? അതൊക്കെ ശരിയാ മാമി. ഇന്ദുവിനെ പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് നിന്നെയും അടിച്ച് പുറത്താക്കിയിട്ട് വേണം നീലേട്ടനെ എനിക്ക് സ്വന്തമാക്കാൻ. ഞാനല്ലേ നീലേട്ടനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കിടക്കാൻ പോകുന്നത്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ പപ്പടം പൊട്ടിക്കാൻ നെയ്യ് വാങ്ങിച്ചു വെച്ചത്രേ. കഥയ ഈ കാണുന്നത്. എന്താ രാച്ചി പറയുന്നത്? ഈ നാവടക്കി നിൽക്ക്, ഒന്ന് പോയേച്ചി. അവർ കുശുമ്പും കുഞ്ഞാണ്ടോ പറയുന്നത് നമ്മളെയല്ലേ? കണ്ടോ മാമി, നീ അവറ്റോട് സംസാരിക്കാൻ പോകാതെ. നിങ്ങൾ നിൽക്ക്, ഞാൻ പോയി കാശ് എടുത്തുകൊണ്ട് വരട്ടെ. ആ ശരി. രാധി ഒന്ന് നോക്കിക്കോ, അവറ്റകൾ ഓരോന്ന് കൈവച്ച് നശിപ്പിക്കും. ആ. വാസന്തി മുറിയിൽ വന്ന് ബാഗ് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ക്യാഷ് കാണുന്നില്ല. ഇതിനകത്ത് വെച്ച ക്യാഷ് എവിടെ? ഇതിനകത്താണല്ലോ വെച്ചത്. അയ്യോ ഈശ്വര, ഇതെവിടെ പോയി? ആ, ഞാൻ നോക്കട്ടെ, വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ചോ. ഞാൻ എല്ലായിടവും അരിച്ചു പെറുക്കി, ക്യാഷ് ഇവിടെ ഒന്നുമില്ലല്ലോ. മാഡം, സമയം പോകുന്നു. ഇനിയും 2-3 ഡെലിവറി ഉള്ളതാ. രാധികയോട് പറയാം. പെട്ടെന്ന് കൊണ്ടുവരുമോ? നിങ്ങളിവിടെ നിൽക്ക്, ഞാനൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. പെട്ടെന്ന് വാ. അമ്മി, എന്താ ഇവിടെ ചെയ്യുന്നേ? അവരവിടെ ബഹളം ഉണ്ടാക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. കാശ് കാണുന്നില്ല രാധി. ഇവിടെ വെച്ചിരുന്നേ, ഇപ്പോൾ അതില്ല. എന്താ പറഞ്ഞേ? കാശ് കാണുന്നില്ലെന്നോ? മാമി, കയ്യിൽ ക്യാഷ് വെച്ചുകൊണ്ട് തന്നെയാണോ AC ഓർഡർ ചെയ്തത്? ഓ, മാമി ചുമ്മാ ജാട കാണിച്ചാണോ? എന്ത് വിവരക്കേടായി പറയുന്നത്? വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 3 ലക്ഷത്തിൻ്റെ ബാക്കി 60,000 ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടതല്ലേ രാധി? മാമി ഇവിടെ തന്നെയാണോ വെച്ചത്? എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ രാത്രിയാണ് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി എടുത്തു വെച്ചത്. നല്ല ഓർമ്മയുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ക്യാഷ് മാത്രം കാണുന്നില്ല. ഇതിന് പുറത്തുനിന്ന് ആരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ മാമി. ഇപ്പോൾ എൻ്റെ ഈ സംശയം. നിനക്കെന്താ ഞങ്ങളുടെ റൂമിൽ കാര്യം? രണ്ടായിട്ട് ഒന്ന് ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്തേ, താഴെ നിങ്ങളുടെ പോർഷനിൽ ബാത്റൂം ഇല്ലേ? അല്ല, അവിടെ ശാലിനി പോയിട്ടുണ്ട്, അതുകൊണ്ട് അർജൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഒരു ചോദ്യമില്ലാതെ റൂമിൽ കയറി വന്ന് ബാത്റൂമിൽ പോകുന്നു. സോറി. ഇപ്പോൾ ബാത്റൂമും പൂട്ടി വെക്കേണ്ട അവസ്ഥയാണല്ലോ. ഓ എന്ന് പറഞ്ഞ് അർജുനെ റൂമിൽ നിന്നും അവൾ തിരിച്ചയക്കാണ്. മാമി, എന്താ രാധി പറ. ആ കള്ളൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ മാമി? ആടി അത്? അർജുൻ, രുക്മിണിയുടെ ഏറ്റവും ഇളയ മോൻ. അവൻ ഈ റൂമിലേക്ക് വരുന്നത് ഞാൻ കണ്ടായിരുന്നു മാമി. അവനെന്തിന് ഇവിടേക്ക് വന്നേ? അവനും ഇതേ ചോദ്യം ചോദിച്ചതാ അവനോട്. ബാത്റൂം യൂസ് ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. താഴെ ബാത്റൂം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവൻ മേലെ വന്നേ? അവൻ ചോദിച്ചു. താഴെ ഒരെണ്ണം ഉള്ളപ്പോൾ ആരാ പടിക്കെട്ട് കയറി മുകളിലേക്ക് വരിക? അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ടല്ലോ. അത് ശരിയാണല്ലോ. അപ്പോഴേ അവനൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. പിടിച്ചു നിർത്തി അവൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോഴേ പിടികൂടാമായിരുന്നു. ഇനിയിപ്പോൾ എന്താടി ചെയ്യുക? അപ്പോൾ ഈ മോഷണം ഇവൻ്റെ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. ഉറപ്പാ മാമി, അവൻ തന്നെയായി ക്യാഷ് എടുത്തത്. എന്നിട്ട് അവനിപ്പോൾ എവിടാ? താഴെ ഉണ്ടല്ലോ. ഉണ്ട് മാമി, ഞാൻ കണ്ടായിരുന്നു. വണ്ടിക്കാരിവിടെ AC കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവൻ വന്ന് എത്തി നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നല്ല പിശാശ്. ക്യാഷ് കൊടുത്തോ എന്നറിയാൻ നോക്കിയതായിരിക്കും. ഇന്ന് 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നടക്ക്. അർജുൻ, ഒരു ദോശ കഴിച്ചിട്ട് പോടാ. വേണ്ട അമ്മേ, ലേറ്റായി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എടാ, എന്താടാ ഇത്? ഈടെയായിട്ട് രാത്രി കറക്കം നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം. ശരി, ഞാൻ വന്നോളാം ചെറിയമ്മേ. അപ്പോഴാണ് അവിടെ വാസന്തി വന്നത്. എടാ നിൽക്കവിടെ. എങ്ങോട്ടാ നീ മുങ്ങുന്നേ? ഞാൻ പുറത്തോട്ടേക്ക് പോവാ. അങ്ങനെ മുങ്ങാൻ വരട്ടെ. എല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മൊത്തം കെട്ടുകെട്ടായിട്ട് ക്യാഷല്ലേ, അപ്പോൾ പുറത്തേക്ക് പോകണമല്ലോ. ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹയ്യടാ, ഒന്നും അറിയാത്തൊരു പാവ. പണം മര്യാദയ്ക്ക് ഇവിടെ വെച്ചിട്ട് പോ. നേരെ അമ്മയെ നോക്കുകയാണ്. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എൻ്റെ അളമാരയിൽ നിന്നും എടുത്ത 60,000 രൂപ ഇവിടെ വെച്ചിട്ട് പോ. വസന്തി, പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്നവനെ പിടിച്ചു നിർത്തി നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങളുടെ അളമാരയിൽ നിന്നും അവനെന്തിന് പണം എടുക്കണം? അളമാരയിൽ വെച്ചിരുന്ന പണം എവിടെ? അതോ ഇനി അത് അളമാരയിൽ നിന്നും എണീച്ചിട്ട് പുറത്തോട്ട് പോയതാണോ? എൻ്റെ അളമാരയിൽ വെച്ചിരുന്ന 60,000 രൂപയാണ് ഇവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ അളമാരയിൽ വെച്ചിരുന്ന ക്യാഷ് കാണുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് തന്നെ ചോദിക്കുക. ആരെയില്ലാതെ ഞങ്ങളുടെ കൊച്ചിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുക.
ഇവിടെ തന്നെ വാല് പോലെ ചിലത് നടക്കുന്നുണ്ടല്ലോ. വാലായിരിക്കും എടുത്തത്. മാമി, അവർ എന്നെയല്ലേ ഉദ്ദേശിച്ചത്? ചോദിക്കും മാമി. നിന്നെ തന്നെയാ, നീയായിരിക്കും അടിച്ചു മാറ്റിയത്. അവരുടെ വാലെ പിടിച്ച് നടക്കുന്നത് ആ മുറിക്കകത്ത് നീയല്ലേ? പിന്നെ നിന്റെ ശേഷമാണ് വേറെ ആരെങ്കിലും അവിടെ കയറും. അർജുനൻ പറയാണ്, കേട്ടോ മാമി എന്നെ പറ്റി പറയുന്നേ? ഞാനൊരു കള്ളിയാണെന്നാ അവർ പറഞ്ഞു വരുന്നത്. മാമി അവിടെ കാശ് വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല. ആ, അപ്പോൾ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. രുക്മിണി പറയാം, ഇവരവിടെ കാശ് വെച്ചത് നീ പോലും അറിയാതിരിക്കുന്ന സമയത്ത് ഇവനെങ്ങനെ അത് അവിടെ പോയി എടുക്കാനാ രാധികയെ? അത് മാത്രമല്ലോ, ഞങ്ങളാരും താഴേന്ന് നിങ്ങളുടെ റൂമിലേക്ക് വരാറ് പോലുമില്ല. ആര്? ഇവൻ വരുന്നില്ലാന്നോ? ഇന്നലെ കൂടി ഇവൻ ബാത്റൂം യൂസ് ചെയ്യാനെന്ന് പറഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് വന്നതാ. നീ അവരുടെ റൂമിൽ കയറിയോ? കയറി അമ്മേ. താഴെ ബാത്റൂമിൽ ശാലിനി ഉണ്ടായിരുന്നു. അവളെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി ഞാൻ ആ ബാത്റൂമിൽ നിന്നും മുകളിലത്തെ ബാത്റൂമിലേക്ക് വന്നു. ഇത് ഞാൻ ഇന്നലെ ഇവരോട് പറയുകയും ചെയ്തതാ. ഇപ്പോൾ കേട്ടല്ലോ നിങ്ങൾ, കയറിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞവൻ ഇപ്പോൾ കയറി എന്നായി. കുറച്ച് കഴിയുമ്പോൾ ക്യാഷ് എടുത്തെന്നും പറയും. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. രസവും പറയാണ്, അവൻ തന്നെയായിരിക്കും എടുത്തത്. എന്തൊരു കഷ്ടമായത്. ഗതികേടിന് അവരെ അവിടെ ഒന്ന് കയറിപ്പോയതാ. പക്ഷേ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഭാഗം പോലും നോക്കാറില്ല. രാധി പറയാണ്, നീ പോടാ അഭ്യാസവും കൊണ്ട്. അർജുൻ പറയാണ്, ഞാൻ എന്തിനു അഭ്യാസം കാണിക്കണം? നിങ്ങളുടെ നക്കാപ്പിച്ച ക്യാഷൊന്നും എനിക്ക് ആവശ്യമില്ല. നയമായിട്ട് ജോലിക്ക് പോയിട്ട് ഞാൻ നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്. വേറെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്യാഷ് എടുത്തുകൊണ്ട് ഓടുവോ? പ്രൊഫഷണൽ മോസ്റ്റാവ് പോലും നിങ്ങളുടെ കാശിനെ തിരിഞ്ഞു നോക്കില്ല. കേട്ടോ മാമി? ആ, അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. എന്തായാലും ഇവനെ പിടിച്ചിട്ടേ ഉള്ളൂ. എന്താ മാമി? എടാ പായസം, ഇവൻ്റെ മുറിയിൽ കയറി ഒന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ശരി മാമി. രുക്മിണി പറയാണ്, എന്താ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. എന്താ കരുതിക്കൂട്ടി ഞങ്ങളെ അപമാനിക്കാൻ പോവാണോ? ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ മാമിയോട് ചോദിച്ചാൽ മതി. മാമി പറഞ്ഞാൽ ഞാനതനുസരിക്കും, അത്ര തന്നെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.